രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളിൽ നിന്നും വഴിതിരിച്ചുവിടാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്വയം രാഷ്ട്രീയ അപ്രസക്തനായി മാറി. അതിനുള്ളൊരു അവസരം കൈവന്നിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾക്കാണ്. ആര്യാടൻ മുഹമ്മദിന്റെ ഹൃദയ താളമായി വർത്തിച്ച ഒരു മണ്ണിൽ ജനാധിപത്യത്തിന് തീപിടിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് മീഡിയ ഗ്രാമത്തിന്റെ ടീം എത്തിയിരിക്കുന്നത്. ശ്രീ റോജി എം ജോൺ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. മറ്റൊരു പെട്ടി വിവാദത്തിലേക്ക് ഒരിക്കൽ കൂടി നിലമ്പൂരിനെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? CPM പൂർണ്ണമായിട്ടും പരിഭ്രാന്തിയിലാണ് എന്നും അവര് നിലമ്പൂരിലെ പരാജയം ഉറപ്പിച്ചു എന്നുള്ളതുമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിലമ്പൂരിൽ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയം അവരെ തുറച്ചു നോക്കുകയാണ്. അപ്പോൾ ആ പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്നും കരകയറാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്നുള്ള വിപുലമായിട്ടുള്ള ശ്രമമാണ് CPM സർക്കാരിനെയും പോലീസിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഉണ്ടായതുപോലെ തന്നെയുള്ള ഒരു തനിയാവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാതിരാത്രിയിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഒരു MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെയും അതുപോലെ തന്നെ PK ഫിറോസിനെയും പോലുള്ള നേതാക്കന്മാർ, അവർ പൊതുസമ്മതരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ്. അത്തരം നേതാക്കളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി സെലക്റ്റീവായിട്ട് പരിശോധിക്കുക, UDFന്റെ നേതാക്കന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് തികച്ചും അവരുടെ പരാജയത്തിൻ്റെ ഭീതിയിൽ നിന്നിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള അതിൻ്റെ പരാജയത്തിൻ്റെ വിഭ്രാന്തിയിൽ നിന്നിട്ടുള്ള ചില നടപടികൾ മാത്രമായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ വ്യാപരിച്ചു നിൽക്കുന്ന മതപരമായ വിഷയങ്ങൾ, ജാതീയമായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ വിഷയങ്ങളായി മാധ്യമങ്ങൾ ഉയർത്തുകയും ആ അജണ്ടയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വീഴുകയും ചെയ്യുന്ന അത്യപൂർവവും ആശങ്കാ നിർഭരവുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിലേക്കും കൂടി കടന്നു വരുന്നതായി തോന്നുന്നുണ്ടോ? ജനകീയ വിഷയങ്ങൾ ഉയർത്തുന്നതിൽ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ തടസ്സമായി വർദ്ധിക്കപ്പെടുന്നുണ്ട്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഇത് LDFും UDFും തമ്മിലുള്ള ഒരു മത്സരമാണ്. പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ 9 വർഷത്തെ ദുർഭരണത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സർക്കാരിന് ഒരു തിരിച്ചടി നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു അവസരം കൈവന്നിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾക്കാണ്. ഇതിനെ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറും. അതിൽ ഇതൊരു രാഷ്ട്രീയ ചർച്ചയാവരുത് എന്നും സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാവരുത് എന്നും നിർബന്ധമുള്ള LDFും CPMുമാണ് മറ്റ് മതപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളിൽ നിന്നും വഴിതിരിച്ചുവിടാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിശ്ചയമായും രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ സർക്കാരിനെയും ഈ മുഖ്യമന്ത്രിയെയും ഈ CPM RSS ബന്ധത്തെയും ഒക്കെ തുറന്നു കാണിക്കാനായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. ആ പോരാട്ടവുമായി, ആ പ്രചരണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ UDFനൊപ്പം നിൽക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഈ കർണാടകത്തിന്റെ ചുമതലയൊക്കെ ദീർഘകാലം വഹിച്ചിട്ടുള്ള ഒരാളാണ്. ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവം പോലെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പും തമ്മിൽ അതിന്റെ പ്രവർത്തന ശൈലിയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിട്ടുള്ള ഒരാളാണ്, പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രീതികളായിരിക്കില്ല കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് രീതി ആയിരിക്കില്ല വടക്കേന്ത്യയിൽ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെ രീതികൾക്കനുസരിച്ചിട്ടുള്ള പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ജനസമൂഹം, വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ ചിട്ടയായിട്ടുള്ള വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ പ്രചരണ പരിപാടികളിലും നമ്മൾ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ഒറ്റ ചോദ്യം കൂടി, അതായത് ശ്രീ PV അൻവർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തന രംഗത്തൊട്ടും സജീവമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ബോർഡുകളും ഫ്ലക്സുകളൊക്കെ ധാരാളമായി വരുന്നു. അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോകുന്നു. ഏതെങ്കിലും അർത്ഥത്തിൽ PV അൻവർ അദ്ദേഹത്തിന്റെ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിപ്പിച്ചാൽ അത് UDFന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണോ അല്ല തീർത്തും കുറച്ചു പോവുകയാണോ ചെയ്യുന്നത്? PV അൻവർ ഈസ് നോട്ട് എ ഫാക്ടർ അറ്റ് ഓൾ. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിലൊരു ഘടകമേ അല്ല. അദ്ദേഹം സ്വയം രാഷ്ട്രീയ അപ്രസക്തനായി മാറി. ഈ തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്
റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഓക്കെ, താങ്ക് യു ഈ സോ മച്ച്. യുവജനത്തിന്റെ ഒരു ഇതെന്നുള്ള നിലയിൽ തന്നെ ചോദിക്കട്ടെ, ഈ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ UDF വ്യതിചലിക്കുന്നുണ്ടോ? ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, ഇപ്പോൾ പെട്ടി വിവാദത്തിൽ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. യഥാർത്ഥ രീതിയിലുള്ള നിലമ്പൂരിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അവസാനമായി തിരക്കാണെന്നറിയാം. ഈ വിഷയങ്ങളൊന്നും ഞങ്ങളല്ലല്ലോ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ വളരെ കൃത്യമായി ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് ചർച്ചയാവരുത് എന്ന് വിചാരിക്കുന്ന CPM-ഉം അല്ലെങ്കിൽ LDF-ഉമാണ് മറ്റു വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പെട്ടി വിവാദം അല്ലെങ്കിൽ വാഹനത്തിലെ പരിശോധന ഞങ്ങളായിട്ടുണ്ടാക്കിയതല്ലോ. പോലീസിന്, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ്, അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സെലക്റ്റീവായി UDF നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നു. ഇത് ആരാണ് ചെയ്യുന്നത്? ഞങ്ങളാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് CPM-ഉം സർക്കാരുമാണ്. കാരണം അവരുടെ ആഗ്രഹം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊന്നും നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സന്തോഷം.